ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ വിവരങ്ങൾ തേടി ഡൽഹി പോലീസ് രാഹുലിന്റെ വസതിയിലെത്തി. പീഡനത്തിനിരയായ പെൺകുട്ടികൾ തന്നെ വന്നു കണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞെന്ന രാഹുലിന്റെ പ്രസ്താവനയിൽ വിശദാംശങ്ങൾ തേടാനാണ് പോലീസ് എത്തിയത്. കാത്തുനിന്നെങ്കിലും രാഹുലിനെ കാണാനാകാതെ പോലീസ് സംഘം മടങ്ങി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ നീക്കം കൃത്യമായ അജണ്ടയോടെയാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിമർശിച്ചു. ശ്രീനഗറിൽ നടന്ന ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കവെയാണ് സ്ത്രീകൾ ഇപ്പോഴും ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയമാവുന്നതായി താൻ കേട്ടെന്ന് രാഹുൽ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഡൽഹി പോലീസ് രാഹുലിന്റെ വസതിയിലെത്തിയത്. നേരത്തെ മൊഴി നൽകുവാൻ രാഹുലിന് ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ രാഹുൽ മറുപടി നൽകിയില്ല. ഇരകൾക്ക് നീതി ലഭിക്കുന്നതിനായിട്ട് വിശദാംശങ്ങൾ തേടുവാനാണ് രാഹുലിന്റെ വസതിയിലെത്തിയതെന്നാണ് ഡൽഹി പോലീസിന്റെ വിശദീകരണം. उसके बारे में जानकारी जुटाने के लिए दिल्ली पुलिस ने 15 तारीख को कोशिश की थी, उसमें हमें सफलता नहीं मिली थी। फिर 16 तारीख को भी नोटिस दिया गया था। आज भी हम कोशिश कर रहे हैं कि हमें जानकारी मिले ताकि जल्दी से जल्दी कानूनी प्रक्रिया शुरू हो सके और जो विक्टिम हैं उनको न्याय मिल सके. അതേസമയം 45 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് വിവരങ്ങൾ തേടി എത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഹുലിന്റെ പ്രസംഗം ജമ്മു പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു. രാഹുലിനെതിരെയുള്ള നീക്കം കൃത്യമായ അജണ്ടയോടെയാണെന്നും അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് വേദനിച്ചതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോലീസ് എത്തിയതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ മോദിക്ക് എത്രമാത്രം വേദനിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണിക്കുന്ന എല്ലാ നാടകവും. ജമ്മു കാശ്മീർ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. CRP അവിടെയുണ്ട്, JMK പോലീസ് അവിടെയുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ എന്താ നടപടി എടുക്കാത്തത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ, ആ പ്രസംഗത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ പരമാവധി പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്നും ഭയപ്പെടുത്തി വിവരങ്ങൾ ശേഖരിക്കുവാനാണ് ശ്രമമെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും കുറ്റപ്പെടുത്തി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.